ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് രണ്ട് സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിലാദ്യം ഡയമണ്ട് കട്ട്സ്. ഇത് സ്പൈസിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ മൈദയാണ് എടുത്തേക്കണത്. മൈദ വേണ്ടെന്നുള്ളത് വേണ്ടെന്നുള്ളവർക്ക് ഗോതമ്പ് പൊടി എടുക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടി പകുതി പകുതി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ചെറിയ ജീരകം പൊടിച്ചത്, ഉപ്പുമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. പിന്നെ ഇതിൻ്റെ സ്പൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളക്, ഇഞ്ചി മിക്സിയിൽ ഇത്തിരി വെള്ളം ചേർത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് ഈ ജീരകപ്പൊടി ഇതും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിത് മിക്സിയിട്ടടിച്ച പച്ചമുളകും ഇഞ്ചിയുമാണ്. അപ്പോൾ എരിവുള്ള പച്ചമുളകാണെങ്കിൽ 6 മുതൽ 8 വരെ എടുക്കുക. 1/2 കിലോ പൊടിക്ക്. എരിവില്ലാത്തതാണെങ്കിൽ ഒരു 10-12 എണ്ണമെങ്കിലും എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. കാരണം ചെറിയ ജീരകമൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇടാട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്. എനിക്കിഷ്ടമുള്ള ടേസ്റ്റാണ്. അപ്പോൾ അതാണ് ഞാൻ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ മധുരം ഇട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെറുതെ ഉപ്പിട്ട് മാത്രം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ പഞ്ചസാര പാവ് കാച്ചി ഇടൂലേ, അതുപോലെ ചെയ്താൽ മതി. ഇതിപ്പോൾ സ്പൈസി നമ്മൾ ചപ്പാത്തി പോലെ പരത്തി മാക്സിമം നൈസായിട്ട് എടുക്കണം കേട്ടോ. മാക്സിമം നൈസായിട്ട് എടുത്തില്ലെങ്കിൽ ഇത് ക്രിസ്പി ആയിട്ടൊന്നും വരില്ല, ചളുങ്ങി കിടക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് എണ്ണയാണ് ഇട്ടേക്കണത്. കൂടുതൽ എണ്ണ ഇട്ടാലൊക്കെയാണ് നല്ല ഭംഗിയായിട്ടൊക്കെ വരുന്നത്. ഞാൻ അധികം എണ്ണയൊന്നും ഉപയോഗിക്കാത്ത ആളാണ്. അപ്പോൾ കുറച്ച് എണ്ണയിലൊക്കെ ഞാൻ ഒരുവിധം ഒപ്പിച്ചെടുക്കലാണ് സാധാരണ ചെയ്യണത്. നമുക്ക് ഈ എണ്ണ ഇനി ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, കളയണമല്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഫ്രൈ ചെയ്ത് നന്നായിട്ട്, ഇതിപ്പോൾ എണ്ണ കുറവായതുകൊണ്ട് ആ കളറൊക്കെ മാറിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇത്തിരി കരിഞ്ഞതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ ടിന്നിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലും എന്താണെന്ന് പറയുമ്പോൾ പുറത്തേക്ക് ഓടിപ്പോയി ബിസ്ക്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മേടിച്ചു കൊടുക്കാതെ ഇത് കൊടുക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത് ഞാൻ കാണിക്കണത് ഇത് നമ്മളുടെ കൊഴുക്കട്ടയുടെ സെയിം സാധനം തന്നെയാണ്, പക്ഷേ ഷേപ്പ് ഒന്ന് മാറ്റിയെടുത്തെന്ന് മാത്രം. കാരണം പിള്ളേർക്ക് കൊഴുക്കട്ട എന്ന് പറയുമ്പോൾ ഈ കൊഴുക്കട്ട എഞ്ചിക്കൂലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇപ്പോൾ ഒരു വലിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു 200 ഗ്രാമൊക്കെ മതിയാവും. ഇത് ശർക്കര ഇതിപ്പോൾ ഇത്തിരി കൂടുതലാണ്. 200 ഗ്രാം ശർക്കര മതിയാകും. ഞാനൊരു 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. കാരണം 1/2 കിലോ ഞാൻ ശർക്കര ഉരുക്കി എടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്തത് ഇത്തിരി കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു 200 ഗ്രാമൊക്കെ എടുത്താൽ മതി. എന്നിട്ട് ഇത് ആയിക്കഴിയാൻ നേരത്ത് ഈ ബബിളിങ്ങനെ വരില്ല, ആ സമയത്ത് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടേക്കുക. അപ്പോൾ ഇതിനകത്ത് ചേർക്കേണ്ട പൊടികളില്ലേ, അത് നമ്മൾ ഏകദേശം ഇത്തിരി പകുതി ചൂടൊക്കെ മാറിക്കഴിയുമ്പോഴും ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് ഈ ചൂടോടുകൂടി തന്നെ അത് കുറേ പോയി നഷ്ടപ്പെട്ടു പോകും. അപ്പം ഞാനിതിനകത്ത് ഇത്തിരി ചുക്ക് ഇടുന്നുണ്ട്. ചുക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. വയറിനൊക്കെ നല്ലതാണ്, അതുകൊണ്ടാണ് ചുക്ക് ഇടുന്നത്. ചുക്കും ചെറിയ ജീരകവും ഏലക്കയും കൂടിയാണ് ഞാനിതിനകത്ത് പൊടിച്ചിടുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഇടാം. ഒരു 5-6 ഏലക്ക അങ്ങനെയൊക്കെ ഇടാം. അപ്പോൾ ഏലക്കയും ചെറിയ ജീരകവും മസ്റ്റാണ്, ചുക്ക് ഓപ്ഷനിലാണ്. അത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇത് ഏലക്കപ്പൊടിയാണ്. ഏലക്കപ്പൊടി പിന്നെ ചുക്കിൻ്റെ ചെറിയ ജീരകവും, ഞാൻ ചെറിയ ജീരകപ്പൊടിയുടെ പൊടിച്ച് വെച്ചേക്കൊണ്ട് എനിക്ക് എപ്പോഴും അത് ചുക്കിൻ്റെ പൊടിയാണ്. ചുക്കിൻ്റെ പൊടിയൊക്കെ നോക്കിയിട്ടിട്ടാൽ മതി കേട്ടോ, അത് ഓപ്ഷനല്ല. മറ്റേത് രണ്ടും ഇടണം എന്തായാലും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിത് ഒരു ഈസി ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഞാൻ ചെയ്യണത്. കാരണം നമ്മളൊരു കൊഴുക്കട്ട അടയെന്നൊക്കെ പറയണത് കുറേ നേരം പിടിക്കും ഉണ്ടാക്കിയെടുക്കുമ്പോൾ. ഈ ഒരു പരിപാടി തന്നെ കുറേ നേരം പിടിക്കും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി ഇതിപ്പോൾ നമ്മളുടെ കൊഴുക്കട്ടയുടെ ഡോ തയ്യാറൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത്തിരി ഉപ്പും നെയ്യ് ഇടണമെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇടുന്നത്. അപ്പോൾ ഉപ്പും സൺഫ്ലവർ ഓയിലും ഒക്കെ ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ചോറ് മിക്സിയിൽ അരച്ചിട്ട് അതിട്ട് കുഴക്കുക. രണ്ടിൽ ഏതായാലും മതി. അപ്പോൾ ഞാനിന്ന് കറണ്ട് ഉണ്ടായിരുന്നില്ല ഇവിടെ, അതുകൊണ്ട് മിക്സിയൊന്നും വർക്ക് ചെയ്തില്ല. അപ്പോൾ ഞാൻ തിളച്ച വെള്ളം ഞാൻ ചോറിട്ടേ ചെയ്യുള്ളായിരുന്നു. അപ്പം മിക്സി ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് കുഴച്ചിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ചപ്പാത്തി പരത്തൂലേ എന്ന് പറഞ്ഞ പോലെ ചപ്പാത്തി പോലെ നേർപ്പിച്ച് പരത്തരുത്. ഒരിത്തിരി ഓയിലൊക്കെ ഇട്ടിട്ട് അവിടെ ആ വടി ഇത് ചപ്പാത്തി പരത്തുന്ന കോലിലിടണം ഓയിൽ, അല്ലെങ്കിൽ ഭയങ്കര ഒട്ടിപ്പിടിക്കും. എന്നിട്ട് മറിച്ചും തിരിച്ചൊന്നും ഇങ്ങനെ ഇത് നിങ്ങൾ പരത്തി അരികൊക്കെ പൊട്ടി വരും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അരിക്ക് കൂടുതൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഈ സാധനം ഒന്ന് നിരത്തുക. കറക്റ്റായിട്ടൊന്നും നിരത്തണമെന്നില്ല, കുറച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് നിരത്തി വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് നല്ല ഈസി ആയിട്ട് എനിക്ക് തോന്നി. കാരണം എന്താണെന്നറിയാമോ, ഒട്ടും ബുദ്ധിമുട്ടില്ല. ഈ മിക്സ് ഉണ്ടാക്കുക, ഈ പൊടി കുഴക്കുക, പിന്നെ അത് ഉണ്ടാക്കുക, അതൊക്കെ ഭയങ്കര പാടല്ല. അപ്പോൾ ഏറ്റവും അവസാനത്തെ പണി നമുക്ക്
ഒതുങ്ങി കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വിട്ടൊക്കെ പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ കറക്റ്റായിട്ട് ഇരുന്നോളും. ഇതുണ്ട് അതങ്ങനെ വിട്ടെന്ന് വിചാരിച്ചൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനിയത്തതെല്ലാം നല്ല കറക്റ്റായിട്ട് അങ്ങോട്ട് ചുരുണ്ടും. ആദ്യത്തത് മാത്രമേ ഇത്തിരി വിട്ടു പോകുള്ളൂ നമ്മൾ മടക്കുമ്പോൾ. അപ്പം ഇതുപോലെ അങ്ങോട്ട് എണ്ണ താഴെയുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വിട്ടു പോകുന്നോളും. എന്നിട്ട് അതിൻ്റെ രണ്ടറ്റം ഒട്ടിച്ച് കളയുക. ബാക്കി കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയേക്കണം. അവിടെ നല്ലൊരു ഷേപ്പാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് വാഴല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലേ, ഈ ചെമ്പില്ലേ സ്റ്റീമറിൻ്റെ അകത്ത് വാഴല ഇട്ടിട്ട് അതിനകത്ത് വെക്കണമെങ്കിൽ ഇല്ലേ പെട്ടെന്ന് പൊക്കിയെടുത്ത് അങ്ങോട്ട് മാറ്റാൻ പറ്റും. എനിക്ക് വാഴല ഇല്ലാതെ പോയി, അപ്പം അതിനകത്ത് നേരിട്ടാണ് ഞാൻ വെച്ചേക്കണത്. അപ്പം വാഴല വെക്കണേക്കുള്ളൂ നല്ലത്, പെട്ടെന്ന് പൊക്കി മാറ്റാൻ പറ്റും. ഇങ്ങനെ പോകുന്നില്ലെങ്കിൽ ഇതുപോലെ കത്തി കൊണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കിയാൽ പെട്ടെന്ന് പോകുന്നുള്ളൂ. അതുകൊണ്ട് ചുരുട്ടിയെടുക്കുക. പിന്നെ ഒരു 10-15 മിനിറ്റെങ്കിലും വേഗണം കേട്ടോ, കാരണം ഇത് ചുറ്റി എടുത്തേക്കുന്നതുകൊണ്ട് കുറച്ച് ലെയർ പോലെ ഉള്ളിലേക്ക് ഉണ്ടല്ലോ. അവിടെ നന്നായിട്ട് തണുത്തിട്ട് മുറിക്കണതാണ് ഏറ്റവും നല്ലത്. ഇത് ഞാൻ ചൂടോടുകൂടി തന്നെയാണ് മുറിക്കണത്. കാരണം എനിക്കിത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ മുറിച്ച് ഫോട്ടോ എടുത്ത് പെട്ടെന്ന് തന്നെ എൻ്റെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ശർക്കര നിങ്ങൾ നോക്കിയെടുത്താൽ മതി കേട്ടോ. അധികം മധുരം വേണമെങ്കിൽ മാത്രം കൂട്ടിയിടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം മീറ്റ് അല്ലെങ്കിൽ വെജിറ്റബിളിൻ്റെ മിക്സ് നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കൂലേ, ആ മിക്സൊക്കെ വെച്ച് ചുരുട്ടിയെടുക്കാട്ടോ. അതൊക്കെ നല്ല സൂപ്പറായിരിക്കും. എനിക്ക് അങ്ങനെ ചെയ്യാനായിരുന്നു കൂടുതൽ ഇഷ്ടം, പക്ഷേ ഒന്ന് ചെയ്യാൻ നേരം കിട്ടിയില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെയൊക്കെ അറിയിക്കണേ കേട്ടോ. താങ്ക് യു.